അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു മഞ്ഞൾ വിളവെടുപ്പാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഗ്രോ ബാഗിൽ കഴിഞ്ഞ വർഷം ഒരു ചുവട് മഞ്ഞൾ നട്ട് വെച്ചാണ്. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ മുറ്റത്തോടെ വന്നപ്പം അതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് വീണ് നിൽക്കുമായിരുന്നു. പിന്നെ ഞാനൊന്ന് പറിച്ച് നോക്കിയേക്കാൻ കരുതി പറിച്ച് നോക്കിയപ്പം വീഡിയോയും എടുത്തു കേട്ടോ. പറിച്ച് നോക്കിയപ്പം നല്ല രീതിയിൽ തന്നെ വിളവുണ്ട്. ഏകദേശം ഒരു കിലോ അടുത്ത് നമുക്ക് ഒറ്റ ചോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഗ്രോ ബാഗിലാണ് ഞാൻ നേരത്തെ മഞ്ഞൾ നട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴേ കാണാം അതിൻ്റെ സൈഡൊക്കെ വീർത്ത് ഇരിപ്പുണ്ടേ, അതൊക്കെ മഞ്ഞളാണ്. പിന്നെ അതിൻ്റെ മുകൾ വശത്തായിട്ടും നല്ലോണം ഇത് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിന് വളം എന്ന് പറയുമ്പം ചാണകവെള്ളം ചാണകപ്പൊടിയൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് മഞ്ഞളിന് വലിയ കാര്യമായിട്ട് വളത്തിൻ്റെ ആവശ്യമില്ലെന്നാണ്. നമ്മൾ നടുമ്പോൾ ഒരു അടിവളമായിട്ട് ചാണകപ്പൊടി ഇടുകയും പിന്നെ ഒരു 1-2 വട്ടം വല്ലതും ചാണകം കലക്കി ഒഴിച്ചാൽ മതി എന്നാണ് തോന്നുന്നത്. പക്ഷെ ഞാനിവിടെ അങ്ങനെയല്ല, ഞാൻ നേരെ തിരിച്ചാണ്. ഓരോ മാസം അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഇതിന് വളം കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇതിൽ കാണാനുണ്ട് കേട്ടോ. അതിൻ്റെ ആ മഞ്ഞളുടെ കിഴങ്ങ് മുകളിലേക്കായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നത് കാണാമല്ലോ. അപ്പോൾ ആ മണ്ണിൽ കൊള്ളാൻ പറ്റാഞ്ഞിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് വളർന്നു വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ആ ഗ്രോ ബാഗിലുള്ള മണ്ണൊക്കെ സൈഡിൽ നിന്ന് പതുക്കെ ഒരു കോലിച്ചേരം കൊണ്ട് ഇളക്കിയെടുത്തു കേട്ടോ. കാരണം നമുക്കിതൊരു ഒറ്റ ചൂടായിട്ട് തന്നെ കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ്. ഒടിച്ചെടുക്കാണ്ട് എടുക്കുവാണെങ്കിൽ എന്തോരം സൈസ് ഉണ്ടെന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമല്ലോ. ഗ്രോ ബാഗ് പൊളിച്ചപ്പോഴേ അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളാ ബൾജി എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ കിഴങ്ങാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും ചെളിയൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഈ കാരണം ഈ ഒരു തടയാണ് നമ്മൾ നട്ട് കൊടുത്തത്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഇത്രയും ചൂട് കിട്ടിയത് കേട്ടോ. അപ്പോൾ അധികം താമസിക്കാണ്ട് തന്നെ നമ്മുടെ ചുവന്ന ഇഞ്ചി വിളവെടുക്കാറായി വരുന്നുണ്ട്. അതിൻ്റെ തണ്ടൊക്കെ നല്ലോണം കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണേ. അപ്പോൾ ഞാനൊരു ബ്രഷ് കൊണ്ട് നല്ലോണം ഒന്ന് കഴുകി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്തു കേട്ടോ. ഇനി അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചു വിടാനുണ്ട്. ഇപ്പം നല്ല വെയിറ്റ് ഉണ്ട്, കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ ഇത്രയും പോർഷനാണ് അത് ഈ നടന്നു പോയേക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് മൊത്തത്തോടെ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം 1 കിലോ അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം നല്ല വെയിറ്റ് ഉണ്ട്, വീഡിയോയിൽ കാണുന്ന പോലെയല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടുകൾ അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ.